ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ 7ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആഴ്ചകൾ മുന്നോട്ടു പോകുന്തോറും ബിഗ് ബോസ് ഹൌസ് കൂടുതൽ സംഘർഷഭരിതമായി മാറിയിട്ടുണ്ട്. ഇന്ന് നടന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് നോമിനേഷനിടെ നെവിനെതിരെ ഷാനവാസും ആദിലയും ഉയർത്തിയ ആരോപണങ്ങളും നെവിന്റെ പ്രതികരണവും നെവിനെ പിന്തുണച്ചുകൊണ്ടെത്തിയ അഭിലാഷിന്റെ വാക്കുകളും ഒക്കെയായിരുന്നു. ഓപണും അല്ലാതെയുമായി തരംതിരിച്ച് ബിഗ് ബോസ് നടത്തിയ ഈ വാരത്തിലെ നോമിനേഷൻ ഓപൺ നോമിനേഷനാണ് ഈ 4 പേരും ചെയ്തത്. നെവിനിൽ നിന്ന് തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു ഷാനവാസിന്റെ ആരോപണം. ഒരുപാട് തവണ ദ്വയാർത്ഥം കലർത്തി സംസാരിച്ചിട്ടുണ്ടെന്നും സ്വന്തം ശരീരത്തിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും വിലക്കിയിരുന്നെങ്കിലും പിന്നീടും അത് ആവർത്തിച്ചുവെന്നുമായിരുന്നു ഷാനവാസിന്റെ ആരോപണം. ആദിലയുടെ ഒരു നോമിനേഷനും നെവിനായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് താനും നൂറയുമൊക്കെ എത്തിയിരിക്കുന്നതെന്നും മറ്റുള്ളവരെപ്പോലെ തന്നെയാണ് തങ്ങൾ എന്ന് സമൂഹത്തെ അറിയിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നെവിന് അതിന് തടസ്സമാകുമോയെന്ന് സംശയമുണ്ടെന്നുമാണ് ആദില പറഞ്ഞത്. ആരോപണങ്ങളോട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് നെവിന് പ്രതികരിച്ചത്. ഒരു അച്ഛനു മകനെ സ്നേഹത്തോടെ സ്പർശിക്കുന്നതിനെപ്പോലും മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനാവുമെന്നായിരുന്നു നെവിന്റെ പ്രതികരണം. സീരിയലിൽ താൻ അവതരിപ്പിച്ച് വിജയിച്ച കഥാപാത്രത്തെ തന്നെയാണ് ഷാനവാസ് ഇവിടെയും അനുകരിക്കാൻ ശ്രമിക്കുന്നതെന്നും പുരോഗമനപരമല്ല ഷാനവാസിന്റെ നിലപാടെന്നും നെവിന് പറഞ്ഞു. നെവിന് വലിയ പിന്തുണയുമായാണ് അഭിലാഷ് സംസാരിച്ചത്. നെവിന് ക്വിറ്റ് ചെയ്ത സമയത്ത് തന്റെ ഒരു കോംബോ പോയി എന്ന് പറഞ്ഞ് ഏറ്റവും വിഷമിച്ച ആള് ഷാനവാസ് ആയിരുന്നുവെന്നും അങ്ങനെ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അഭിലാഷ് പറഞ്ഞു. പുതിയ സാഹചര്യം ഉപയോഗപ്പെടുത്താനായി നെവിനെതിരെ ആരോപണം ഉയർത്തുകയാണെന്നും അങ്ങനെ വ്യക്തിഹത്യ നടത്താൻ അനുവദിക്കില്ലെന്നും അഭിലാഷ് പറഞ്ഞു. ആരോപണങ്ങൾ കേട്ടതിനുശേഷം കരയുന്ന നെവിനെയും പ്രേക്ഷകര് കണ്ടു. എന്നാൽ നെവിന്റെ വൈകാരിക പ്രതികരണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നായിരുന്നു ജിഷിന് അടക്കമുള്ള ചിലരുടെ പ്രതികരണം. നെവിനെ ആശ്വസിപ്പിക്കുന്ന ലക്ഷ്മിയെയും പ്രേക്ഷകര് കണ്ടു.